أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد كانت لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുംതഹിനയിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. അതിൽ പറഞ്ഞ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റസൂലിന്റെ സഹാബിയായിരുന്ന ഹാത്തിം ഇബ്നു അബീ ബൽതാ എന്ന് പറയുന്ന സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയവുമായിട്ട് ബന്ധപ്പെട്ട് സൈനികമായ ഒരുക്കങ്ങൾ അതിനുവേണ്ടി നടത്തുന്നുണ്ട് എന്നുള്ള വിവരം ഈ ഹാത്തിം റളിയല്ലാഹു അൻഹു മക്കയിലുള്ള മുശ്രിക്കുകളെ അറിയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. ഈ ഭാഗങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മുശ്രിക്കുകളുമായിക്കൊണ്ട് ഇസ്ലാമിന്റെ എതിരാളികളുമായിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് എത്രത്തോളം ഏതുവരെ അനുഭാവം പുലർത്താം, എങ്ങനെയാണ് അവരുമായി കൊണ്ടുള്ള ബന്ധമുണ്ടാവേണ്ടത്, ഇസ്ലാമിന്റെ എതിരാളികൾ, ഇസ്ലാമിന്റെ ബദ്ധശത്രുക്കൾ, അവരോട് കാത്തു സൂക്ഷിക്കേണ്ടത് സൗഹൃദമോ അനുഭാവമോ അല്ല, മറിച്ച് അവരിങ്ങോട്ട് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അങ്ങോട്ടും ശത്രുത തന്നെയാണ്, അവരുമായി കൊണ്ട് കൂട്ടുകെട്ട് പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള ആയത്തുകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിന് പൂർവ്വകാലത്തുണ്ടായ അല്ലെങ്കിൽ മുമ്പ് കാലങ്ങളുണ്ടായിരുന്ന ചില അനുഭവങ്ങൾ, ചില മാതൃകകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മുന്നോട്ട് വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ, അതുപോലെ അബുൽ അംബിയ, എല്ലാ പ്രവാചകന്മാരുടെയും പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഒരു ഉദാഹരണം പറഞ്ഞു വെക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്ലാമിന്റെ ആദർശവുമായി കൊണ്ട്, ഇസ്ലാമിന്റെ തൗഹീദിന്റെ ആശയവുമായി കൊണ്ട് കടന്നു വന്നപ്പോ ആ സമൂഹത്തിൽ നിന്ന് വ്യക്തമായി കൊണ്ടുള്ള ശത്രുത, വ്യക്തമായ എതിർപ്പ് നേരിട്ടു എന്ന് മാത്രമല്ല, ആ എതിർപ്പിന്റെ ശത്രുതയുടെ മുൻനിരയിലുണ്ടായിരുന്നത് സ്വന്തം പിതാവായിരുന്ന ആസർ ആയിരുന്നു എന്ന് കാണുവാൻ സാധ്യമാകും. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തം പിതാവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വീകരിച്ചൊരു നിലപാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശകലനം ചെയ്യുകയാണ്. അല്ലാഹു പറയുകയാണ്, ഖദ് കാനത് ലക്കും, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് ഉള്ളതാണ്, ഉസുവത്തുൻ ഹസനത്തുൻ, ഉത്തമമായ മാതൃക. ഉസുവത്ത് എന്ന് പറഞ്ഞാൽ മാതൃക, ഹസനത്ത് എന്ന് പറഞ്ഞാൽ നല്ല മാതൃക, ഏറ്റവും ഉത്തമമായ മാതൃക നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എവിടെയാണ്? ഫി ഇബ്രാഹിം, ഇബ്രാഹിമിൽ, വല്ലദീന മഅഹു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരോടും, അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർ ആരൊക്കെയാണോ ഉള്ളത് അവരിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട്. എങ്ങനെയാണ്?
ഇത് ഖാലു അവര് പറഞ്ഞു, ഈ പറയുന്ന ഇബ്രാഹിം നബിയും അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ കൂടെ ഇവരുണ്ടായിരുന്ന ചുരുക്കം ചില പേരും ലിഖൗമിഹിം സ്വന്തം ജനതയോട് സമൂഹത്തോട് പറയാൻ തങ്ങളെ എതിർത്തിരുന്ന ജനതയോട് പറഞ്ഞു വെക്കുകയാണ്, ഇന്നാ ബുറആഉ മിൻകും. ബുറആ എന്ന് പറഞ്ഞാൽ ബന്ധമൊഴിഞ്ഞവർ, ഒരു ബന്ധവുമില്ലാത്തവരാണ്. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു ബന്ധവുമില്ലാത്തവരാണ്, ബന്ധമൊഴിഞ്ഞവരാണ്. വമിമ്മാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ നിന്ന്, ആരാധിക്കുന്നവയിൽ നിന്ന്, ഇബാദത്ത് ചെയ്യുന്നവയിൽ നിന്ന് ഞങ്ങൾ നിങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഞങ്ങൾ യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ മാറി നിൽക്കുന്നവരാണ്. മാത്രമല്ല കഫർനാബിക്കും, ഞങ്ങൾ നിങ്ങളിൽ അവിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണ്, നിങ്ങളുടെ ആശയത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളുടെ ബഹുദൈവ വിശ്വാസം ഞങ്ങൾ നിരാകരിക്കുന്നു. മാത്രമല്ല വബദാ ബൈനനാ വബൈനകും, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ പ്രകടമായിരിക്കുന്നു, ആരംഭിച്ചിരിക്കുന്നു, തുടക്കം കുറിച്ചിരിക്കുന്നു. എന്താണ്? അല്ല അദാവത, ശത്രുത ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഉണ്ട്. അങ്ങനെ ഉണ്ട് എന്നവർ പ്രഖ്യാപിക്കുകയാണ്. വൽ ബഗ്ദാ, വെറുപ്പ് നമ്മൾ തമ്മിലുണ്ട്, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുള്ളവരാണ്, നമ്മൾ തമ്മിൽ പരസ്പരം അംഗീകരിക്കാത്തവരാണ്. അബദൻ, അത് എല്ലാ കാലത്തേക്കും എക്കാലത്തേക്കും ഉള്ളതായിരിക്കും അങ്ങനെ ഉണ്ടാവുക. എന്നാൽ അതിനൊരു പിന്നെ അതിന്റെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, നിബന്ധന വെക്കുകയാണ്. എങ്ങനെയാണ്? ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹു, നിങ്ങൾ അള്ളാഹുവിനെ അവനെ മാത്രം വിശ്വസിക്കുന്നതുവരെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, നമുക്കിടയിൽ ശത്രുതയും വെറുപ്പുമാണുള്ളത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും സംഘവും അവിടെ ഉണ്ടായിരുന്ന എതിരാളികളോട് പറയുകയാണ്. ഇത് അതില് ഒരു ഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായി കൊണ്ട് മാറ്റി പറയുകയാണ്. എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മാതൃക എന്താണ് എന്ന് പറഞ്ഞു. അത് നിങ്ങൾ എതിരാളികളുമായി കൊണ്ട്, ഇബ്രാഹിം നബി എതിരാളികളുമായി കൊണ്ട് കാത്തു സൂക്ഷിച്ച അല്ലെങ്കിൽ വെച്ചു പുലർത്തിയ എതിർപ്പും വെറുപ്പും ശത്രുതയുമാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ എന്നിട്ട് അള്ളാഹു പറയാണ്, ഇല്ലാ ഖൗല ഇബ്രാഹിം നബിയുടെ വാക്ക് ഒഴികെ അതിൽ നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾക്കതില് യാതൊരുവിധ മാതൃകയുമില്ല. ഇല്ലാ ഖൗല ഇബ്രാഹിം അലി അബീഹി, സ്വന്തം പിതാവിനോട് ഇബ്രാഹിം നബി പറഞ്ഞ വർത്തമാനം എന്തായിരുന്നു? ലഅസ്തഗ്ഫിറന്ന ലക, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിക്കൊണ്ടും പാപമോചനത്തിന് വേണ്ടിയിട്ട്, പാപമുക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. വമാ അംലികു ലക മിനല്ലാഹി ഷൈഅ, ഞാൻ ഒന്നും അധീനപ്പെടുത്തുന്നില്ല ലക, താങ്കൾക്ക് വേണ്ടിയിട്ട് അഥവാ പിതാവിന് വേണ്ടിയിട്ട്, മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് ഒന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധീനപ്പെടുത്തിയിട്ടോ സ്വാധീനപ്പെടുത്തിയിട്ടോ ഇല്ല. അത് നിങ്ങളും അള്ളാഹും തമ്മിലുള്ളതാണ്, എനിക്ക് യാതൊരു പങ്കും അതിൽ നിങ്ങളുടെ വിഷയത്തിൽ എനിക്ക് അള്ളാഹുവോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം പിതാവിന്റെ പാപമുക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നന്നാവട്ടെ എന്നുള്ള മനസ്സ് വെച്ചിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു പറയുകയാണ്. അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. എന്നിട്ട് ഇബ്രാഹിം പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ അള്ളാഹു പറയുകയാണ്, റബ്ബന അലൈക, അള്ളാഹുവെ ഞങ്ങളുടെ നാഥ, അലൈക തവക്കൽന, ഞങ്ങൾ നിങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവെ ഞങ്ങൾ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഇലൈക അനബ്ന, ഞങ്ങൾ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്, വ ഇലൈക്കൽ മസീർ, നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ തിരിച്ചുവരവ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജഅൽനാ ഫിത്നതൻ, ഞങ്ങളെ നീ ആക്കരുതേ, ഫിത്നതൻ, ഒരു പരീക്ഷണമാക്കി ഞങ്ങളെ നീ മാറ്റരുതേ, ലില്ലദീന കഫറു, ഞങ്ങളിൽ നിന്ന് നിഷേധിച്ചവർക്കുള്ള ഒരു പരീക്ഷണമായിക്കൊണ്ട്, നിഷേധിച്ചവർക്ക് ഞങ്ങളുടെ മേൽ അധികാരമുണ്ടായി, ശക്തിയുണ്ടായി, അതുപോലെ ഞങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. വഗ്ഫിർ ലനാ റബ്ബന, അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, മാപ്പ് തരണമേ, ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, അല്ലാഹുവേ നീ അജയ്യനാണ്, യുക്തിയുള്ളവനാണ്, യുക്തിജ്ഞനാണ് എന്ന് ഇബ്രാഹിം നബി ഇവിടെ പ്രാർത്ഥിക്കുകയാണ്.